ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 30ൻ്റെ റിവ്യൂ ആണ്. ഇത്തിരി വൈകി. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ പറയേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ്? അതിനകത്ത് എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് അനുമോളുടെ നിലവിലത്തെ ഒരു അവസ്ഥയെക്കുറിച്ചിട്ടാണ്. ഈ പെരുന്നാളിനൊക്കെ ആടിന് നമ്മൾ തീറ്റയൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് ഇങ്ങനെ സന്തോഷിപ്പിച്ച് നിർത്തുമ്പോൾ ആടുകൾക്ക് എന്തൊരു സന്തോഷമാണ്. അതേപോലെ പെരുന്നാളിൽ നിൽക്കുന്ന ആടായിട്ട് അനുമോളെ എനിക്ക് തോന്നി. ബാക്കിയുള്ള ആളുകൾ നല്ല രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയൊക്കെ അനുമോൾ ഏതോ സ്വർഗ്ഗലോകത്തിൽ താനെത്തി, താനാണ് ശരി, സദാചാരമല്ല, ഇതാണ് ന്യായം, ഞാനൊരു മഹാസംഭവം തന്നെ, മിടിക്ക് തന്നെ, ശൈത്യ പോയെങ്കിൽ പോട്ടെ, എനിക്ക് പുതിയ ആളുകൾ വന്നല്ലോ, മസ്താനി എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്, ഞാനാണ് ഇവിടുത്തെ ഹീറോയിൻ, അതുകൊണ്ടാണ് മസ്താനി എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നത്, പുറത്തുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നു, എനിക്കൊരു വിഷയവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അനുമോൾ നിൽക്കുകയാണ്. ഒരു കണക്കിന് നന്നായി. ഇവർ ഈ പറയുന്ന ഒരു ഗെയിം, കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു ഗെയിം അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഒക്കെ ഇറക്കാതിരിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അനുമോളുടെ കരച്ചിലും പിടിച്ചിലും ഒക്കെ കണ്ട് ഒരാഴ്ച നമ്മൾ തള്ളി നിൽക്കേണ്ടി വന്നേനും. ഇനിയിപ്പോൾ വീക്കെൻഡിലുള്ള പരിപാടി മാത്രം കണ്ടാൽ മതിയല്ലോ, അനുമോൾ ഹാപ്പി ആയിട്ട് പോട്ടെ. മസ്താനി എന്ന് പറഞ്ഞിട്ടുള്ള വൈൽഡ് കാർഡ് വന്നതുകൊണ്ടുള്ള ആകെയുള്ള ഗുണം ഈ അനുമോളുടെ ഒരു ഗെയിമിനെ എക്സ്പോസ് ചെയ്തു. അതേപോലെ തന്നെ ആ ഒരു സദാചാര സാധനം എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് ഹൗസിൽ വലിയ കോളുകളൊക്കെ ഉണ്ടാക്കി. വീക്കെൻഡ് എപ്പിസോഡിൽ 1-2 ആൾക്കാർ മാനസികമായി തളരാനായിട്ടുള്ള സംഗതി ഇട്ട് കൊടുത്തു എന്നുള്ളതൊക്കെയാണ്. അല്ലാതെ മസ്താനിക്ക് പേഴ്സണലി ഒരു ബെനഫിറ്റും ഇല്ല. വെറുതെ വന്ന് നെഗറ്റീവ് വാങ്ങിയിട്ട് വെറുതെ പോവേണ്ടി വരുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ട് മസ്താനി മാറും. മസ്താനി മൊത്തം മറ്റേ പേഴ്സണൽ ലൈഫ്, പുറത്തുള്ള കാര്യം, നിൻ്റെ കഥകളൊക്കെ അറിയാടി, ഞാനതിവിടെ പറയാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പാണ്. മഹാ റോങ് ആയിട്ടുള്ളൊരു ഗെയിം. ഇന്ന് രാവിലെ അനീഷുമായി കോർത്തൊക്കെ നിങ്ങൾ എപ്പിസോഡിൽ കണ്ടു കാണും. അതൊക്കെ കുറച്ചും കൂടെ നീളമുള്ളൊരു അലമ്പായിരുന്നു. ഈ അനീഷിൻ്റെ ചില സമയത്തെ ഇമ്മച്വറായിട്ടുള്ള ഗെയിം അറിയാതെ പുറത്തേക്ക് വരും. അതിലൊന്നാണ് ഈ കസേരയുടെ അറ്റത്ത് വന്ന് അനീഷ് ഇരുന്നിട്ടുള്ള പ്രഹസനം. കസേരയുടെ അറ്റത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്ദി പ്രകാശനവും ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരവും എല്ലാത്തിൻ്റെയും മുന്നിലുമൊക്കെ നിൽക്കാനായിട്ട് പറ്റുമല്ലോ. എന്തോ ശ്രദ്ധിക്കപ്പെടാനായിട്ടുള്ള ചുമ്മാ ഒരുമാതിരി ചൈൽഡിഷ് ആയിട്ടുള്ള പരിപാടി. അപ്പോൾ അനീഷ് ആ ഒരു ഗെയിമൊക്കെ എടുത്തിടുന്നുണ്ട്. അതേപോലെ തന്നെ അലമ്പുകൾ നടക്കുന്ന സമയത്ത് കാര്യമായിട്ട് അലമ്പിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, ഒതുക്കത്തിൽ മാറി നിൽക്കും. ഒരു കണക്കിന് അനീഷിന് നല്ലതാണ്. ഇപ്പോൾ ഉള്ളതിൽ ഭേദം അനീഷ് എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? രാവിലെ ആരാണോ കിച്ചണിൽ, ആരാണെങ്കിലും അനീഷിന് ഒരു കുഴപ്പമില്ല. അത് അനീഷിന് ഒരു തരത്തിലുള്ള പ്രശ്നമില്ലാത്ത ഒരാളാണെങ്കിൽ കൂടെ കിച്ചൺ സ്പേസിൽ രാവിലെ പുള്ളിക്കാരൻ വന്ന ഒരു അലമ്പങ്ങുണ്ടാക്കും, എന്തെങ്കിലും പറഞ്ഞങ്ങ് അലമ്പുണ്ടാക്കും. ഇന്ന് രാവിലെ മറ്റേ ലക്ഷ്മിയോട് വന്ന് ചൂടായതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഏതായാലും എപ്പിസോഡിലേക്ക് പ്രോപ്പറായി പോയി കഴിഞ്ഞാൽ കുറേയധികം കാര്യങ്ങളുണ്ടായിരുന്നു. ഈ അറിയാതെ ഉണ്ടായി വരുന്ന ഗെയിമുകളാണ് കാണാൻ ഏറ്റവും ഭംഗി. കണ്ടസ്റ്റൻസ് നമ്മളോട് വന്നിട്ട് പറയും ഞങ്ങളുടെ ഗെയിം ഇതാണ്, ഞങ്ങളുടെ ടാർഗറ്റ് ഇതാണെന്നൊക്കെ പറയും. എന്നിട്ട് അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൽ പിടിക്കുമോ? ഇല്ല, അവരുടെ കയ്യിൽ നിന്ന് ആ സാധനമൊക്കെ പോകും. അവിടെ അറിയാതെ ഒരു ഗെയിം വരും. ഇപ്പോൾ അനുമോള് ശൈത്യയൊക്കെ നമ്മൾ ആദ്യഘട്ടത്തിൽ അയ്യോ എന്തിന് ഇപ്പോൾ അവിടെ വന്നു എന്നൊക്കെ വിചാരിച്ച കണ്ടസ്റ്റൻ്റാണ്. പക്ഷേ ഇപ്പം അനുമോൾക്കെതിരെ ഡയറക്റ്റായിട്ട് തിരിഞ്ഞിരിക്കുന്നു. പുറത്തുള്ള കട്ടപ്പാ വിളികളും അകത്തുള്ള കട്ടപ്പാ വിളിയും ഒക്കെ ശൈത്യയ്ക്ക് കുറച്ച് തിരിച്ചറിവ് നൽകിയിരിക്കുന്നു. ആദിലയ്ക്ക് നല്ലതായിട്ട് പൊളിയുന്നുണ്ട്. ഈ അനുമോളുടെ ഈ പൂക്കിത്തരങ്ങളും അനുമോളുടെ ചുമ്മാ ഒരുമാതിരി ഡ്രാമയൊക്കെ പൊളിയുന്നുണ്ട്. അപ്പം ആദില ഇറങ്ങുന്നു, അനുമോൾ ഒറ്റപ്പെടും. ആക്ച്വലി വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം അനുമോൾ ഒറ്റപ്പെടും. മസ്താനി കൂടെ നിൽക്കുകയില്ല. മസ്താനി കൂടെ ഒന്നും നിൽക്കത്തൊന്നുമില്ല. മസ്താനി പുറത്തുള്ള ഗെയിമിനനുസരിച്ചിട്ട് ഏറ്റവും ബേസ് ആയിട്ടുള്ള സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ വന്നിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അനുമോൾക്ക് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മസ്താനി 7 അയലത്ത് നിൽക്കത്തില്ല. അനുമോൾ അടുത്ത ആഴ്ച ഒറ്റപ്പെടാനായിട്ടുള്ള എല്ലാ വഴിയും ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ നോറയ്ക്ക് പിന്നെ അയ്യോ ഒരു വകതിരിവില്ലാത്തൊരു പെൺകുട്ടി തന്നെ, എന്ത് ബോധമില്ലാത്തൊരു പെണ്ണാണ്. ആദിലയും നോറയൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ളൊരു ഒരു 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 ഈ എന്താ പറയുന്നത് തീരുമാനങ്ങളിലുള്ള വിയോജിപ്പുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഹൗസിൽ വരുന്ന സമയത്ത്, നിലപാടുകളുടെ കാര്യത്തിൽ വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടും. ശരിക്കും പറഞ്ഞാൽ ഈ നൂറയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ ആദില കുറച്ചും കൂടെ നെഗറ്റീവായി പോകുന്നത്. ഇപ്പോൾ ആദിലൊക്കെ പോയിന്റുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാനും അവിടെ ആ ഒരു കാര്യങ്ങളൊക്കെ മറ്റേ ജിസേലിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവർക്കതങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റാത്തത് ഇവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിൽ ഒരു തീരുമാനത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം അതിൽ പറഞ്ഞു വരുന്നതിന് മുമ്പ് നോറ അവരുടെ പക്ഷത്ത് പോയിട്ട് ഏതെങ്കിലും വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചു വെച്ചിരിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടല്ലേ നോറയുടെയൊക്കെ ഒരു ഡൗട്ട് ഇന്നലെ ഉണ്ടായിരുന്ന എന്താണ്, ശരിക്കും നമ്മൾ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവർ പുതപ്പെടുത്തുകൊണ്ട് വരുന്നതൊക്കെ ഈ ടീം തന്നെയല്ലേ അഭിനയിച്ച് കാണിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള ചില ഗെയിമുകൾ തന്നെ ഉണ്ടായി വരും. അതേപോലെയുള്ള ഒരു ഗെയിമാണ് അക്ബർ ഷാനവാസ് അവരുടെ ഒരു ഗെയിം. അക്ബർ ഷാനവാസിൻ്റെ ഒരു ഗെയിം ശരിക്കും പറഞ്ഞാൽ ഒരു അണ്ണൻ തമ്പി ഗെയിമാണ്. അണ്ണൻ തമ്പി ഗെയിം നമ്മൾ എപ്പോഴാണ് ലാസ്റ്റ് പറഞ്ഞത്, അഖിൽ മാരാർ വിഷ്ണുവിൻ്റെയൊക്കെ ഒരു ഗെയിം. ഈ ആണുങ്ങളിൽ ബുദ്ധിയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗെയിമിൽ ഫൈറ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത്
തുല്യശക്തികളാണെന്നുണ്ടെങ്കിൽ പരസ്പരം അടിച്ച് ചോര ചിന്തി സ്വന്തം ആരോഗ്യം നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കില്ല. അപ്പോൾ അവനെ കൂടെ നിർത്തും. അപ്പോൾ അവനെ കൂടെ നിർത്തുന്ന ഒരു കളിയുണ്ട്. ആ ഒരു കളിയാണ് ശരിക്കും അക്ബറിനും ഷാനവാസിനും നല്ലത്. അക്ബറിനും ഷാനവാസിനും അങ്ങനെ ഒരു ഗെയിം കളിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ പോവും. അവർ ഇന്നല്ലെങ്കിൽ നാളെ സുഖസുന്ദരമായിട്ട് അടുത്ത് മുന്നോട്ടേക്ക് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അവർ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അവരത് റിയലൈസ് ചെയ്തു. അവർക്ക് ഇവരല്ലാതെ വേറൊരു ഗെയിം ഇല്ല എന്നുള്ളത്. ശരിക്കും അക്ബർ ഷാനവാസും ഒരു ബേസും ഇല്ലാത്ത ചുമ്മാ ഏതെങ്കിലും കുഞ്ഞു കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പുണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവരെ ശ്രദ്ധിക്കുക തന്നെ ഇല്ല. ഈ അക്ബർ അങ്ങ് എഴുന്നേൽക്കുമ്പോഴത്തേന് ഷാനവാസ് അതിൽ ഓടിപ്പോയി ഒരു സാധനം കണ്ടെത്തുവാണ്. അക്ബറിന് കുറച്ചും കൂടെ എല്ലാവരെയും പ്രൊവോക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഇറങ്ങി എല്ലാത്തിലും പോയിന്റ് പറഞ്ഞിട്ടുള്ള കഴിവുണ്ട്. ഷാനവാസിന് അതില്ല. ഷാനവാസിന് നല്ല ശരീരവും നല്ല ഒരു അഗ്രസീവ്നെസ് ഒക്കെ ഉള്ളൂ. അത് അവിടെ കാണിക്കാൻ പറ്റുന്ന ഒരാൾ അക്ബറേ ഉള്ളൂ. അക്ബർ ആകുമ്പോൾ പിണങ്ങില്ല, പരാതി പറയില്ല. അനുമോളുടെ അടുത്ത് കാണിക്കാൻ പറ്റുമോ, അപ്പാനിയുടെ അടുത്ത് കാണിക്കാൻ പറ്റുമോ? അയ്യോ അപ്പാനി ഒരു പാവം തന്നെ. അപ്പാനി ആണെന്നുണ്ടെങ്കിൽ അക്ബറേ നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലടാ, നീ പിന്നിൽ നിന്ന് കുത്തുന്ന സമയത്ത് പറഞ്ഞിട്ട് കുത്തനടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പാനി അറിയുന്നുണ്ടോ? അപ്പാനി കുറച്ച് സമയത്തേനും സൈഡായി പോകുന്നുള്ളത്. കാരണം അപ്പാനി ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു അക്ബറിൻ്റെ ടീമിൽ നിന്ന് അറിയാതെ ഒഴിവാക്കപ്പെടും. അപ്പാനിക്ക് ഗെയിമില്ല. അപ്പാനി ഇങ്ങനെ എല്ലാ ആൾക്കാരെയും ഭരിച്ചും അനീഷിനെ 2 എണ്ണം പറഞ്ഞും ക്യാപ്റ്റൻ കളിച്ചും എല്ലാവരോടും ക്യാപ്റ്റൻ കളിച്ചുമൊക്കെ നടക്കുകയാണ്. ക്യാപ്റ്റൻ അല്ലെങ്കിൽ കൂടെ പുള്ളി പണ്ടേ ക്യാപ്റ്റനാണ്. ഇങ്ങനെയൊക്കെ കളിച്ച് നടക്കുകയാണ്. ശരിക്കും അപ്പുറത്ത് അക്ബറും ഷാനവാസുമാണ് സീനിൽ നിൽക്കുന്നത്. ഒനിൽ പോലും കുറച്ചും കൂടെ പോയിൻ്റൊക്കെ പറഞ്ഞ് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഇന്ന് നമ്മൾ കണ്ടതല്ലേ ഒനിലിൻ്റെ പോയിന്റുകളൊക്കെ. ഇപ്പോൾ റെനയ്ക്ക് അനുകൂലമായിട്ട് ഇന്ന് ഒനിൽ പോയിന്റുകളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ശരിക്കും അവിടെ ഉള്ള ആണുങ്ങൾ കുറച്ചും കൂടെ വകതിരിവുള്ള ആളുകളും പെണ്ണുങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വകതിരിവ് കുറഞ്ഞിട്ടുള്ള ആളുകളുമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഇപ്പോൾ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് വന്നിട്ടുണ്ട്. എന്ത് രസമായിട്ട് സംസാരിക്കും, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കാര്യങ്ങൾ അവതരിപ്പിക്കും, കിച്ചണിലെ കാര്യങ്ങളൊക്കെ എന്ത് നൈസായിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ നിലപാടുകളിലെ ചില വൈരുദ്ധ്യങ്ങളാണ് വലിയ പ്രശ്നം. ഇന്ന് രാവിലെ അനീഷുമായിട്ടുള്ള ഒരു അലമ്പൊക്കെ നമ്മൾ കണ്ടതല്ലേ. എന്നിട്ട് നേരെ ജിഷിൻ അവിടേക്ക് വന്നപ്പോഴത്തേന് ലക്ഷ്മി പോയിന്റുകളുമായിട്ട് വന്നു. എന്നിട്ട് നേരെ ജിഷിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേന് ലക്ഷ്മി പറഞ്ഞ പോയിന്റുകളൊക്കെ ക്യാൻസലായിപ്പോയി. കാരണം ജിഷിൻ്റെ പേഴ്സണൽ ലൈഫ് പറഞ്ഞിട്ട് ലക്ഷ്മി അവിടെ ഒരു മണ്ടത്തരം കാണിച്ചു. ഇനി എപ്പിസോഡിൻ്റെ പ്രോപ്പർ റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ ചുരുക്കി പറയാൻ കേട്ടോ ഒത്തിരിയധികം കാര്യങ്ങളുണ്ട്. ലൈവൊക്കെ കാണുന്ന ആളുകൾക്ക് നല്ല ബോറടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ ഇല്ലല്ലോ. ഒന്നാമത് വലിയ ടാസ്കുകളൊന്നുമില്ല. ടാസ്കുകളില്ലാത്തതിൻ്റെ റീസണായിട്ട് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഇത്തവണ റേറ്റിംഗ് ലാഭം തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ. അവർക്ക് വലിയ കമ്മിറ്റ്മെൻറ്റ് വേണ്ട തരത്തിലേക്കുള്ള കണ്ടസ്റ്റൻസും തീരെയില്ല. എല്ലാവരും മറ്റേ അനുമോളെ പോലെ തന്നെ TRP കൂട്ടാം, റേറ്റിംഗ് കൂട്ടിത്തരാൻ കാശ് വാങ്ങണമല്ലേ എന്നുള്ള മൈൻഡാണ്. ഒരു മടിയില്ല. തീയിലേക്ക് ചാടാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. മാക്സിമം ഉപയോഗിക്കുക. അലമ്പും അടിയും തന്നെയാണ് വേണ്ടത്. അതേപോലെ ഈ വൈൽഡ് കാർഡുകളൊക്കെ വരുന്ന സമയത്ത് ബിഗ് ബോസ് എത്ര തവണ ശാസിക്കുന്നുണ്ട്? ഇല്ല, അധികമൊന്നുമില്ല. കഴിഞ്ഞ തവണയൊക്കെ ആണെങ്കിൽ പുറത്തുള്ള കാര്യം പറയരുതേ എന്ന് പറഞ്ഞ് പുറകെ നടക്കുമായിരുന്നു. അപ്പം അങ്ങനെയല്ല. പുറത്തുള്ള കാര്യം നിങ്ങൾ കുറച്ചൊക്കെ കണ്ണടയ്ക്കാം. ഇനിയിപ്പോൾ പുറത്തുള്ള ഒരു ഗെയിം അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിൻ്റെ നിലവിലത്തെ അവസ്ഥ അതിനെക്കുറിച്ചിട്ടൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള അവസരങ്ങൾ തരാം. ഗെയിം മാറ്റൂ ഇങ്ങനെ കണ്ണടച്ച് പിടിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാമേജ് ചെയ്ത് അങ്ങേയറ്റം പോയി നശിക്കണ ലെവലിലേക്കുള്ള കണ്ണടയാണ് ഈ തവണ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ആയിക്കോട്ടെ, ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ അങ്ങടേക്ക് പോയിരിക്കുന്നത്. ഏതായാലും ഈ ലിവിങ് ഏരിയയിലൊക്കെ ആൾക്കാർ കുത്തി നിറഞ്ഞാണ് ഇരിക്കുന്നത്. ഇരിക്കാൻ പറ്റണില്ല. അനീഷയ്ക്ക് തള്ളിത്തെറിച്ച് താഴേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോറി, ഈ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നീണ്ടുപോകും. എപ്പിസോഡിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ഓണവെയിൽ ഓളങ്ങളിൽ എന്ന് തുടങ്ങുന്ന ഓണവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടിലാണ് ഇന്നത്തെ ദിനം ആരംഭിച്ചത്. എപ്പിസോഡിലുള്ള കാര്യങ്ങൾ മാത്രം കൂടുതലായിട്ട് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലക്ഷ്മിയുടെ കിച്ചൺ ക്യാപ്റ്റൻസി വലിയ കുഴപ്പമില്ലാതെ ലക്ഷ്മി മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തിരക്കിലായതുകൊണ്ട് ആളുകൾ അതൊക്കെ കയറി ഇടപെട്ട് നശിപ്പിക്കുന്നുണ്ട്. നമ്മൾ എപ്പിസോഡിൽ കണ്ടു നെവിൻ ഈ കേക്ക് മുറിക്കാനൊക്കെ പാകത്തിലുള്ള ഒരു കത്തി കൊണ്ട് തേങ്ങ മുറിക്കാനായിട്ട് ശ്രമിക്കുന്നത്. മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ എനിക്കറിയില്ല. ആ കത്തി ഒടിഞ്ഞ് തെറിച്ച് പോകുന്നുണ്ട്. എനിക്കറിയില്ല. ഇത് നെവിൻ്റെ ചില പരിപാടികളൊക്കെ എനിക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കണം, നെവിൻ സീനിലില്ല. രേണു അവിടെ പോയി. അയ്യോ, ഞാൻ രേണുവിനെ കണ്ടില്ല. ഹോസ്പിറ്റലിൽ പനിയായിട്ട് വല്ലതും പോയോ? കാണുന്നേ ഇല്ല. ഞാൻ മിസ്സായതാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. എനിക്ക് സത്യം പറഞ്ഞാൽ കാണാൻ പറ്റില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, കളിയൊക്കെ പറഞ്ഞല്ല. അവരെ കണ്ടില്ല. അനീഷ് ഇന്നലെ വൈൽഡ് കാർഡുകളൊക്കെ വന്ന സമയത്ത് മിണ്ടാതിരുന്നു. വലിയ വിഷയത്തിനൊന്നും പോയില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റു. വേറെ ക്യാമറകൾക്കൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായ സമയത്ത് കിച്ചണിലുള്ള പെർഫോമൻസ് ആരംഭിച്ചു. ഇങ്ങനെ ആരോടൊന്നില്ലാതെ പറഞ്ഞു തുടങ്ങിയാണ്. ലക്ഷ്മി അവിടെ കിച്ചണിലുണ്ട്. ഇത്തവണത്തെ വൈൽഡ് കാർഡ്സ് BB ചരിത്രത്തിൽ ഇത്ര മോശമായിട്ടുള്ള വൈൽഡ് കാർഡ്സ് വന്നിട്ടില്ല. പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് വന്ന് പറയുന്നതല്ലാതെ, പഴയ കാര്യങ്ങളല്ലാതെ പുതിയതായിട്ടൊന്നും ഇവർക്ക് പറയാനായിട്ടില്ല.
ഒന്നുമില്ല എന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മഞ്ഞസ്ഥാനി അങ്ങടേക്ക് വരികയാണ്. മസ്താനി മഞ്ഞ ചാനലുകളുടെ സെയിം സ്ട്രാറ്റജിയുമായി ഊഹാപോഹങ്ങൾ, കുത്തിത്തിരിപ്പ്, അപവാദം, കള്ളത്തരം എന്നിവയൊക്കെ ഇങ്ങനെ പടച്ചു വിടുന്ന ഒരു പുതിയ തരം ഗെയിമാണ് മസ്താനിയുടെ കയ്യിൽ. ചുമ്മാ അങ്ങ് അടിച്ചു വിടുകയാണ് പഴയ കാര്യങ്ങൾ. അപ്പോൾ അനീഷിൻ്റെ പേഴ്സണൽ ലൈഫൊക്കെ പുറത്തറിയുമെന്ന പേടിയുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യം. എന്ത് പേടി? എനിക്കത് തീരെ അങ്ങോട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. മസ്താനി ഉദ്ദേശിക്കുന്നത് അത് കുറേ പഴഞ്ഞ ചിന്താഗതി എന്നൊക്കെ പറഞ്ഞാൽ ഇതുങ്ങളിലൊക്കെ പ്രായം വെച്ച് നോക്കുമ്പോഴത്തേന് എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ആയിപ്പോയി നമ്മൾ ആലോചിച്ചു പോകും. ഈ ആണുങ്ങൾ ഒരു ഡിവോഴ്സിന് ശേഷം പലപ്പോഴും നേരിടുന്ന ഏറ്റവും വലിയൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഡിവോഴ്സ് ആയത്. അപ്പോൾ കുറേയധികം ആളുകൾ ഇങ്ങനെ പറയും അവന് കഴിവില്ലാത്തതുകൊണ്ട് അവൾ ഇട്ടേച്ച് പോയി. അപ്പോൾ ഇങ്ങനെ കഴിവില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് സ്ത്രീകൾ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നത് എന്നൊക്കെ, അല്ലെങ്കിൽ ഒരു വിവാഹബന്ധം അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് ഒരു ആണിന് പലപ്പോഴും ഇങ്ങനെയുള്ള ചില ലേബലൊക്കെ ഇട്ട് കൊടുക്കും. കഴിവില്ലാത്തവൻ, അവൻ്റെ എന്തോ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ഒരു സാധനം വളരെ മോശമായിട്ടുള്ള ഇമാതിരി സൊസൈറ്റിയുടെ ഒരു സമീപനം അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് മസ്താനി അവിടെ ചെയ്യുന്നത്. അല്ലാതെ മസ്താനിക്ക് അനീഷിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് എന്തറിയാം? അനീഷിന് അങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ പേഴ്സണൽ ലൈഫുള്ള ഒരു സെലിബ്രിറ്റി ഒന്നുമല്ല. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്നുള്ളത്. അപ്പോൾ മസ്താനി അതും പറഞ്ഞോളൂ നടക്കുകയാണ്. അപ്പോൾ ജിഷിൻ അങ്ങടേക്ക് വരുന്നു. 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ലോ ക്ലാസ് മൈൻഡ് സെറ്റുള്ള ഒരു കൂതറ എന്ന് തന്നെ പറയേണ്ടി വരും. ജിഷിൻ അങ്ങടേക്ക് വരികയാണ്. അനുമോളുടെയൊക്കെ ആശാനോ മാഷിങ്ങാണ്ടാണെന്നുള്ളതാണ് സമീപനത്തിൽ നിന്ന് മനസ്സിലായത്. അങ്ങടേക്ക് വന്നിട്ട് പറയുകയാണ് പേഴ്സണൽ ലൈഫൊന്നും അറിയത്തില്ല എങ്കിലും ഒരു കാര്യം അറിയാം, എന്തുകൊണ്ടാണ് ആ പെണ്ണ് അനീഷിനെ ഇട്ടിട്ട് പോയെന്നുള്ളത്. അപ്പോഴത്തേന് ലക്ഷ്മി അവിടേക്ക് ഇടപെടുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല, ജിഷിനും ഡിവോഴ്സ് ചെയ്യല്ലേ. അപ്പം അങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ? ഇന്നലെ ജിഷിൻ്റെ പേഴ്സണൽ ലൈഫൊക്കെ അവർ ചർച്ച ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിൻ്റെ കൊച്ചിനെ കാണാൻ പോയിട്ട്, പിള്ളേരെ കാണാൻ പോയിട്ട് 5-6 വർഷമായില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വൻ അലമ്പ്. ശരിക്കും പറഞ്ഞാൽ അനീഷ് തുടങ്ങി വെച്ച ആ ഒരു സംഭവത്തിൽ അനീഷ് അത്ര പ്രൊവോക്ഡ് ഒന്നും ആയില്ല. മസ്താനിയും അതേപോലെ തന്നെ ലക്ഷ്മിയും അനീഷ് പ്രൊവോക്ഡ് ആയെന്നൊക്കെ പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ പൊട്ടിയത് ജിഷിൻ്റെ ആണ്. ജിഷിൻ അവിടെ ആകെ പൊട്ടി തെറിച്ചു. കിച്ചണിലാണ് ജിഷിനും ഉള്ളത്. കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള ലക്ഷ്മിയാണ് അവിടെയുള്ള പണിയൊക്കെ എടുക്കേണ്ടത് എന്നുള്ള മൈൻഡാണ് ജിഷിനാണ് അവിടെ പണിയൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ ജിഷിനോട് ഓർഡർ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു സംസാര രീതി. ആ ഒരു സംസാര രീതിയും ആ ഒരു ദേഷ്യവും ആ ഒരു കൈ ചൂണ്ടലും ലക്ഷ്മിയോട് സംസാരിക്കുന്ന ഭാഷയൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ചില ഡൗട്ട് അടിച്ചു പോകും ചില കാരണങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മളത് പറയുന്നത് മര്യാദകേടായതുകൊണ്ട് ഞാനതിനെക്കുറിച്ചിട്ട് പറയുന്നില്ല. എങ്ങനെയാണ് ഒരു മനുഷ്യനെ അത്ര അഗ്രസീവായിട്ട് പെരുമാറാൻ പറ്റുന്നത്? പാവം ബിന്നി അവിടെ ഒരു വെള്ളരി പ്രാവിനെ പോലെയൊക്കെ ആയി സമാധാനത്തിൻ്റെ ചില വചനങ്ങളൊക്കെ അവിടേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നാട്ടക്കളില്ല, ബിന്നിക്കൊന്നും ഒരു സ്ക്രീൻ സ്പേസും ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ റാങ്കിങ് കാർഡ് ചെയ്തപ്പോഴത്തേന് ബിന്നി അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ബിന്നിയാണെങ്കിൽ എല്ലാ റാങ്കിങ്ങിൻ്റെ അവസാനം പോയി പെട്ട് കിടക്കുകയാണ്. ബിന്നിക്ക് ഭയങ്കര ഒരു പേടി. പിന്നെ ബിന്നി സ്വയം വിചാരിച്ചിരിക്കുന്നത് ബിന്നി ഒരു വലിയ ഗെയിമർ ആയതുകൊണ്ടായിരിക്കാം അവരങ്ങനെയൊക്കെ മാറ്റിയെന്നുള്ളതാണ്. എന്നാലും ഉള്ളിൽ നല്ല പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ബിന്നി പറഞ്ഞ് പേഴ്സണൽ കാര്യങ്ങളൊക്കെ എടുത്ത് ഗെയിമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കൊണ്ടുവരുന്ന ആളുകളുടെയും പേഴ്സണൽ കാര്യങ്ങൾ പിന്നീട് ഇവിടെ എടുത്തിടും. പിന്നെ ആകെ മൊത്തത്തിൽ എല്ലാവർക്കും പ്രശ്നവും. അക്ബർ അവിടെ വീണ്ടും പോയിന്റുകൾ പറയുകയാണ്. 3rd റേറ്റ് ഗെയിമാണ് പേഴ്സണൽ കാര്യങ്ങളൊക്കെ എടുത്ത് അകത്തേക്ക് ഇടുന്ന ഒരു ഗെയിം ജിഷിനോടാണ്. ഷാനവാസ് ഇന്നലെ ലക്ഷ്മി പറഞ്ഞ ആ ഒരു കാര്യത്തിലൊക്കെ വേദന പൂണ്ട് ആ ഒരു പിണക്കമൊക്കെ പോക്കറ്റിലിട്ട് അത് വൈകിട്ട് നെഞ്ചോട് ചേർത്ത് കിടന്നുറങ്ങി രാവിലെ പക വീട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എമ്പക്കൊക്കെ വിട്ടതിന് ശേഷം വന്ന് ലക്ഷ്മിയോട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫുഡ് ഇത്ര താമസിക്കുകയാണോ, നിങ്ങൾ ഇത്ര ലേറ്റ് ആയിട്ടാണോ ഫുഡ് വരുന്നത്, ഇന്നലെ അതൊന്നും അല്ലായിരുന്നല്ലോ ഡയലോഗ് എന്നൊക്കെ പറഞ്ഞ ഒരു നീണ്ട ഫൈറ്റാണ്. നീണ്ട ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ കാര്യവും ഒന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് ഇന്നലെ പ്രൊവോക്ഡ് ആയെന്നുള്ളത് കൃത്യമായിട്ട് വെളിവായി. അപ്പോൾ ഷാനവാസ് ഇങ്ങനെ കയറി ഒരു ലോജിക്കും ഇല്ലാതെ ഈ പോയിന്റുകൾ കയറി പിടിച്ചു കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുൾ ആവില്ല. അതിപ്പോൾ ഏതും ഞാൻ പറയുന്നത് അക്ബറുമായിട്ട് കൂടെ നിന്ന് അക്ബർ പോയിന്റുകളൊക്കെ പറയും, ഷാനവാസ് ആക്ഷൻ ഇട്ട് കൊടുക്കുക. ആ ഒരു രീതിയിൽ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അനീഷ് അതിൻ്റെ അകത്ത് കയറി അലമുണ്ടാക്കുന്നുണ്ട്. സമയം കളയല്ലേ, ഉച്ചക്കത്തെ പ്രിപ്പറേഷൻ, ഭക്ഷണം വേണേ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിൻ്റെ ഒരു നമ്പർ. പിന്നെ അനീഷൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇപ്പോൾ പിടിച്ച് നിൽക്കാനായിട്ട് വരത്തുള്ളൂ. പക്ഷേ അനീഷ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല. അനീഷ് ഇങ്ങനെ പോകുന്നതാണ് ഇപ്പോൾ സേഫ്. കാരണം കുറേയധികം ആളുകളുടെ ആരംഭ ശൂരത്വമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൊട്ടി തകരും. വീക്കെൻഡ് എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്ക് മര്യാദയ്ക്ക് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ. ഒരു ദിവസം മറ്റേ ഗബ്രിയുടെയും ജാസ്മിൻ്റെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ഉണ്ടായിരുന്നു. ബിഗ് ബോസ് എന്ത് ടോക്സിക് ആയിട്ടാണ് അത് ഡീൽ ചെയ്തത്.
അവസാനം നീതി കിട്ടേണ്ട ആളുകൾക്ക് നീതി കിട്ടാതാവുകയും വല്ലാതെ ടോക്സിസിറ്റി സ്പ്രെഡ് ആവുകയും ചെയ്തു. അപ്പോൾ അതേപോലെ ഈ തവണ ആര്യനും ജിസേലും നെഗറ്റീവായി പോകുമെന്നുള്ളത് എനിക്കറിയില്ല. പ്രോപ്പറായിട്ട് മാന്യമായിട്ട് വീക്കെൻഡ് എപ്പിസോഡ് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ കുറേ എണ്ണത്തിൻ്റെ കിളി പറക്കും. അതിനുശേഷം ഒരു ടാസ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഈ ദിവസം മുഴുവൻ ഒരൊറ്റ മൂഡിലുള്ള ടാസ്ക്കാണ്. അത് ഈ വൈൽഡ് കാർഡുകളുടെ ഗെയിമും കണ്ടസ്റ്റൻസിൻ്റെ ഗെയിമും പരസ്പരം എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയും പ്രേക്ഷകർക്ക് ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ടാസ്ക്കാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ടാസ്കുകളാണ് ഈ കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടാസ്കുകൾ കൊടുക്കുന്നതിൻ്റെ ഒരൊറ്റ ഉദ്ദേശം മെയിൻ കണ്ടന്റ് അതാണ്. ഇപ്പോൾ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊന്നും അത്ര വൈറലാവത്തൊന്നുമില്ല, വൈറാലിറ്റി ഒന്നും അതിനില്ല. അപ്പോൾ ഈ കണ്ടന്റ് എന്ന് പറയുന്നത് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അലമുണ്ടാക്കുക, ഇവരങ്ങനെ മാനസികമായിട്ട് സമ്മർദ്ദത്തിലാവുക, അതൊക്കെയാണ് കണ്ടന്റ്. അപ്പോഴത്തേനും ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ് കണ്ടന്റ് ഇവരുദ്ദേശിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ തവണയെന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ടാസ്കുകളല്ലേ, കുറേയധികം ടാസ്കുകൾ, രസമുള്ള ടാസ്കുകൾ, മാണിക്കക്കല്ല് ടാസ്കൊക്കെ അത് കഴിഞ്ഞ മുമ്പത്തെ സീസണിലായിരുന്നല്ലോ അല്ലേ. അപ്പം അങ്ങനെയുള്ള ടാസ്കുകളല്ലേ. അപ്പോൾ ആ ഒരു ടാസ്കുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇവർ റിലാക്സ്ഡ് ആവും. നല്ല ഗെയിമൊക്കെ കളിച്ച് അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് നൈസ് മൂഡിലങ്ങ് പോകുന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗെയിമിൽ ഇവരത്ര സമ്മർദ്ദം അനുഭവിക്കില്ല. സമ്മർദ്ദം അനുഭവിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കി പേഴ്സണൽ ലൈഫും ഒക്കെ പറഞ്ഞ് നശിപ്പിച്ച് കളയുന്നത്. അതുകൊണ്ട് കണ്ടസ്റ്റൻസ് ആകെ മൊത്തത്തിൽ സമ്മർദ്ദത്തിലാണ്. അതുകൊണ്ട് കണ്ടസ്റ്റൻസ് പൊട്ടി തകരല്ലേ. ഷാനവാസൊക്കെ ഇരുന്ന് കരയുന്നു, അക്ബർ ഇരുന്ന് കരയുന്നു, മസ്താനി അവസാനം കരയുന്നു, അനുമോള് കരഞ്ഞ് ഒരു വഴിക്കായതുകൊണ്ട് പിന്നെ ഇപ്പോൾ കരച്ചിലൊന്നുമില്ല, എല്ലാവരും കരയല്ലേ. ശൈത്യയൊക്കെ ഇടയ്ക്ക് കരയുന്നു. ഇപ്പം നൂറ അതിലെ മാത്രം കരയുന്നില്ല, കാരണം അവർ കരഞ്ഞ് ആണല്ലോ വന്നത്. അവർ കരയുന്നത് പുറത്തുള്ള റിയാലിറ്റിയുമായിട്ട് ഇടപെടുന്ന സമയത്താണ്. അത് അക്ബറിന് ഉമ്മ വിളിച്ച സമയത്തൊക്കെ. അപ്പോൾ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് പ്രഷർ കുക്കറിലിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ്. വൈൽഡ് കാർഡുകളായിട്ട് വന്നിട്ടുള്ള ആളുകൾ ഈ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തൊരു ഗെയിം ഇറക്കാനായിട്ടാണ് ബിഗ് ബോസ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വൈൽഡ് കാർഡുകളും നിലവിലുള്ള കണ്ടസ്റ്റൻസും ഇപ്പം വേറെ ഒരു ഗ്രൂപ്പിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണെടുത്ത് കാണത്തില്ല എന്നുള്ള ഒരു രീതിയാണ്. ഒരു ചെറിയ ബൗളിനകത്തുനിന്ന് കുറേ ചിട്ടുകൾ എടുക്കണം. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ബുദ്ധിക്ഷമത അനുസരിച്ചിട്ടുള്ള റാങ്കിങ് ഉണ്ടാവും, സ്മാർട്ട്നെസ് അനുസരിച്ചിട്ടുള്ള റാങ്കിങ് ഉണ്ടാവും, അതേപോലെ തന്നെ ശുചിത്വം, കണ്ടസ്റ്റൻസിൻ്റെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് കണ്ടസ്റ്റൻസിന് കൊടുക്കേണ്ട റാങ്കിങ് ഉണ്ടാവും. ഇങ്ങനെ ഓരോന്നും തിരഞ്ഞെടുക്കണം. അങ്ങനെ ഈ റാങ്കിങ് നടത്തണം. റാങ്കിങ് നടത്തുമ്പോൾ വൈൽഡ് കാർഡുകൾ പറയരുത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അത് കണ്ടസ്റ്റൻസ് ഗസ് ചെയ്തിട്ട് പറയണം. ഗസ് ചെയ്ത് പറയുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ വൈൽഡ് കാർഡുകളിൽ ഒരാൾക്ക് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കാം. അതെന്താണ്, അവരുടെ മറ്റേ പണിപ്പുര ടാസ്കിലേക്ക് ഒരാൾക്ക് പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ കണ്ടസ്റ്റൻസ് പറയുന്ന തെറ്റാണ്, വൈൽഡ് കാർഡുകൾ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ബോംബ് കൊണ്ടുവരുന്ന പരിപാടി ഉണ്ടല്ലോ, ബോംബ് എടുത്തുകൊണ്ട് വരുമല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു ബോംബിൻ്റെ പണി ഒരാൾ കൂടി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ 2 പേർക്ക് ബോംബിൻ്റെ പണി കിട്ടേണ്ടി വരും. ഏറ്റവും നല്ല രീതിയിൽ ബുദ്ധി വെച്ച് കളിക്കുന്ന, ബുദ്ധി ഇല്ലാതെ കളിക്കുന്ന ആളുകളെ ഇങ്ങനെ 1 തൊട്ട് താഴോട്ട് വരെ റാങ്ക് ചെയ്യാനായിട്ടാണ് അവർക്ക് കൊടുത്ത ടാസ്ക്. ഇവരിങ്ങനെ മൊത്തത്തിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ആരാണ് പ്രവീൺ പറയുന്നത്, നമുക്ക് ഇവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാം. അതായത് ഏറ്റവും മണ്ടിയെ നമ്മൾ ബുദ്ധിക്ഷമതയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയിക്കണം. അപ്പോൾ ജിഷിന് സാബുമാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല, അത് എപ്പിസോഡിൽ ആ ഒരു ഡിസ്കഷൻ കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല, തെറ്റിദ്ധരിപ്പിക്കുകയല്ല നമ്മുടെ ഒരു ഗെയിം. അവർക്കത് ഒരു കൃത്യമായിട്ട് മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് അവരെ വിളിച്ചിട്ട് കൃത്യമായി പറഞ്ഞു കൊടുത്തു, തെറ്റിദ്ധരിപ്പിക്കരുത്, ഇത് പ്രോപ്പറായിട്ടുള്ള റാങ്കിങ്ങിൽ തന്നെ പോകണം. അവരുടെ ഒരു റാങ്കിങ് ഇങ്ങനെയായിരുന്നു. 1 മുതൽ ഏറ്റവും താഴെ വരെയുള്ളവരുടെ പേരുകൾ ഞാൻ വായിക്കാം. ജിസേൽ, അനീഷ്, നോറ. അപ്പോൾ അവരെല്ലാം ഫസ്റ്റ് 1, 2, 3 എന്നുള്ള റാങ്കിങ്ങിലാണ്. ഷാനവാസ്, അക്ബർ, ബിന്നി, ഓനിൽ, അഭിലാഷ്, രേണു സുധി, അപ്പാനി, നിവിൻ, റെന, അനു, ആദില, ശൈത്യ, ആര്യൻ. കണ്ടസ്റ്റൻസ് എല്ലാം ആലോചിച്ച് അവർ കൃത്യമായിട്ട് ഈ ബുദ്ധിക്ഷമതയുടെ അടിസ്ഥാനത്തിലാണ് ഇത് തരംതിരിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു ഉത്തരം പറഞ്ഞു. ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അനുവിനും അതിലേക്കൊക്കെ നല്ല വിഷമമുണ്ട്, കാരണം അവർ ഏറ്റവും താഴേക്ക് പോയല്ലോ. അപ്പോൾ വൈൽഡ് കാർഡുകൾക്ക് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കാം. മസ്താനിക്ക് മണിപ്പുര പോകാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് അവർ കൊടുക്കുന്ന ഒരു പണിഷ്മെൻറ്റ്. സ്ക്രീൻ പ്രസൻസിൻ്റെ കാര്യത്തിലും റാങ്കിങ് ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടില്ല. എപ്പിസോഡിൽ കൃത്യമായിട്ട് എല്ലാവരുടെയും പേര് പറയുന്നൊക്കെ വിചാരിച്ചു, പക്ഷേ പേരൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ നെവിൻ, ജിസേലിൽ തുടങ്ങിയിട്ട് ശൈത്യയിൽ അവസാനിക്കുന്ന രീതിയിലേക്കുള്ള ഒരു റാങ്കിങ് ആണ്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടാണ് വൈൽഡ് കാർഡുകൾ ചെയ്തത്. നെവിനൊക്കെ ആദ്യം വന്നത് അങ്ങനെയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിന് ശേഷമാണ് എനിക്ക് രസമായിട്ട് തോന്നിയ സത്യസന്ധതയുമായി ബന്ധപ്പെട്ട ഒരു സംഗതി. അപ്പോൾ ഏറ്റവും കൂടുതൽ സത്യസന്ധതയുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് അവർ റാങ്ക് ചെയ്തിരിക്കുന്നത് അനുമോള്, സെക്കൻഡ് അനീഷ്, ഷാനവാസ്, അക്ബർ, ജിസേൽ, ശരത്ത്, രേണു, ശൈത്യ, ബിന്നി, അങ്ങനെ പോണ ഒരു രീതിയിലാണ്. അപ്പോൾ ആദ്യം അനുമോള് വന്നല്ലോ, അപ്പോൾ അനുമോള് വളരെയധികം ഹാപ്പിയായി. അനുമോള് പിന്നീട് താഴത്തുമല്ല ആകാശത്തുമല്ല എന്നുള്ള ഒരു മൂഡിലാണ്. ഇപ്പോഴത്തേന് അനുമോള് ഞാൻ ഒരു ഗെയിമർ തന്നെ, അപ്പോൾ ഞാൻ പറയണതൊക്കെ ശരിയാണ്,
അപ്പോൾ ഞാനീ പറയുന്ന സദാചാരവാദമൊക്കെ കറക്റ്റാണ്, ഞാനൊരു സത്യസന്ധ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മൂഡിലിങ്ങനെ പോവുകയാണ്, നല്ല മൂഡിലിങ്ങനെ പോവുകയാണ്. എന്തോ ഞാനൊരു വൻ പോസിറ്റീവാണ് പുറത്തുനിന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ അനുമോള് പോകുന്നത്. ജിസേൽ എന്ത് മാനദണ്ഡത്തിലാണ് അനുമോൾക്ക് സത്യസന്ധതയിൽ ഒന്നാമത് കൊടുത്തത് എന്നൊക്കെ സാബുമാനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിസേലിൻ്റെ ചോദ്യം ന്യായമാണ്. അനുമോൾക്ക് പുറത്ത് വലിയ സത്യസന്ധയാണ് എന്നുള്ളൊരു ഇമേജ് ഉണ്ടെങ്കിൽ ജിസേലിനെ കുറിച്ചിട്ട് ആരിനെ കുറിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ വിശ്വസിക്കില്ലേ, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ചോദ്യമൊക്കെ വരുന്നത്. അപ്പോൾ സാബുമാൻ പറയുന്നു, ചില ആളുകളുടെ പെർസ്പെക്റ്റീവിൽ അനുമോളാണ് സത്യസന്ധ, അങ്ങനെയാണ് മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ജിസേലിന് മനസ്സിലായി ഇവർ ഒരു പണി കൊടുത്തതാണെന്നുള്ളത്. പിന്നീട് ശുചിത്വം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലായിരുന്നു ഇവർ റാങ്കിങ് ചെയ്തത്. അതിലേറ്റവും ആദ്യം അനീഷ്, ജിസേൽ, അപ്പാനി അങ്ങനെയുള്ള ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അത് കണ്ടസ്റ്റൻസ് വിജയിച്ചു. പണിപ്പുരയിലേക്ക് അപ്പോൾ പ്രവീൺ പോകുന്നില്ല, പ്രവീൺ പണിഷ്മെൻറ്റ് കിട്ടി. പിന്നീട് സ്മാർട്ട്നെസ്സിൻ്റെ കാര്യത്തിലുള്ള റാങ്കിങ് ആണ്. വലിയ പരിപാടി തന്നെ കേട്ടോ ഇത്. ഫുള്ള് ഇത്രയും എണ്ണത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് വയ്ക്കേണ്ടത്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിഞ്ഞ് പോകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ എപ്പിസോഡ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ഈ ഫോണിലെടുത്ത് ടൈപ്പ് ചെയ്യുമ്പോഴത്തേന് മൊത്തം കൺഫ്യൂസ്ഡ് ആയി പോകും. എന്നിട്ട് പിന്നീട് നമുക്ക് ഒരു റിലേയും കിട്ടത്തില്ല, നമുക്ക് അതും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല, ഇതും ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു റാങ്കിങ് ഇങ്ങനെയാണ്. ആര്യനാദ്യം ഞാൻ ടൈപ്പ് ചെയ്തതിൻ്റെ തെറ്റാണോ? അല്ലല്ല, അങ്ങനെ തന്നെയാണ് അവർ കൊടുത്തേക്കുന്നത്. ഏറ്റവും ബുദ്ധിക്ഷമത ഇല്ലാത്തവനായിട്ട് ആദ്യം പറഞ്ഞ ആര്യൻ എങ്ങനെയാണ് സ്മാർട്ടായിട്ട് ആദ്യം വരുന്നത് എനിക്കറിയത്തില്ല. ആര്യൻ, നിവിൻ, അക്ബർ, അനു, അബി, നൂറ, റെന, ഷാനവാസ്, ശരത്ത്, ഊനിൽ, ആദില, അനീഷ്, രേണു, ബിന്നി, ശൈത്യ, ജിസേൽ. ഇവിടെയാണ് ആദിലക്കൊക്കെ വിഷമം വരുന്നത്. കാരണം ഈ സ്മാർട്ടസിൻ്റെ കാര്യത്തിൽ ഏറ്റവും താഴെ പോയില്ലേ, ഏറ്റവും സ്മാർട്ടായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ബോസി ടൈപ്പായിട്ടൊക്കെ പെരുമാറാൻ ശ്രമിക്കുന്ന ഒരാളാണ് ആദില. ആദിലക്കൊക്കെ ഒരു ക്ഷീണം വരും. കാരണം ആദിലയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദില സംസാരിക്കുന്നത് വളരെ പതുക്കെയാണ്, ഒച്ചയില്ല, അതേപോലെ തന്നെ നീളത്തിൽ മൊത്തത്തിൽ സംസാരിക്കില്ല. അതൊക്കെയാണ് ആദിലയുടെ ഒരു നെഗറ്റീവ്. എന്തുകൊണ്ടാണ് ആദിലത് മനസ്സിലാക്കുന്നത് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഒന്നും നമുക്ക് വ്യക്തമാവില്ല. ഇപ്പോൾ അനുമോൾക്കെതിരെ ഒരു വിമർശനം പറയുകയാണെന്നുണ്ടെങ്കിൽ അനുമോളെ നീ ചെയ്തത് ശരിയായിട്ടില്ല, അത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറയില്ല. ആദില പറയുന്നത് ഇങ്ങനെയാണ്, അനുമോൾ അത് ശരിയല്ല, അനുമോൾ നീ ചെയ്തത് ശരിയല്ല. ഇങ്ങനെ പറയുമ്പോഴത്തേന് അത് പ്രേക്ഷകരിലേക്ക് എത്തില്ല. എന്താ കാരണം, എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചിട്ടൊന്നും പറയില്ല. എന്തോ എപ്പോഴും ക്യാമറ തന്നെ കാണുന്നുണ്ട്, മൈക്ക് റെക്കോർഡഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഒളിച്ച് സംസാരിക്കുകയാണ്. പണ്ടത്തെ കണ്ടസ്റ്റൻസ് രാത്രിയിൽ ഗെയിം ഡിസ്കസ് ചെയ്യുന്നത് പോലെയാണ് അതിൽ ഫുൾ ടൈം സംസാരിക്കുന്നത്. ഏതായാലും ഇത് നമ്മുടെ കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കണ്ടസ്റ്റൻസിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ റെനയാണ് പണി വാങ്ങിച്ചത്, ബോംബിൻ്റെ പണി റെനയ്ക്ക് കിട്ടും. പിന്നീട് നമ്മൾ കാണുന്നത് ശൈത്യയും അപ്പാനിയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. ശൈത്യ, ഞാൻ അനുവിൻ്റെ കുറ്റം നിങ്ങളോടൊന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, നീ പറയണ കേട്ടിട്ടില്ല. പിന്നെ ഞാൻ പിന്നീന്ന് കുത്തി എന്നൊക്കെ പറയണത്, ഞാനങ്ങനെ പിന്നീന്ന് കുത്തുന്ന ആളൊന്നുമല്ല, പക്ഷെ ഞാൻ അവളുടെ 2 കുറ്റങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് ശൈത്യ അനുവിൻ്റെ കുറ്റമൊക്കെ പറയുകയാണ്. ലവ് ട്രാക്ക് പിടിക്കാൻ വേണ്ടി അനു ഓരോന്നൊക്കെ ചെയ്യാറുണ്ട്. മറ്റേ ആ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ പോകുന്ന, അതൊക്കെ അവൾ ക്യൂട്ട്നെസ് ഇടാൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണെന്ന് പറഞ്ഞതെന്ന് തോന്നുന്നു. എനിക്കങ്ങനെയാണ് മനസ്സിലായത്. അപ്പം ശൈത്യ അവിടെ ഒരു 8ൻ്റെ പണി അനുവിനോട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അനുവിനോട്ട് ഇനിയിപ്പോൾ പണി ശൈത്യമായിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അനുവിനെ കുറിച്ചിട്ട് എന്നാ പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കാനായിട്ട് റെഡിയാണ്. ഈ ലവ് ട്രാക്ക് ആരിനുമായിട്ട് പിടിക്കുന്നില്ലായിരുന്നു അനു എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പോയിന്റുകൾ ഇപ്പോൾ അനുവിൻ്റെ ഭാഗത്തുനിന്നില്ല. കാരണം അനു ഫേക്ക് ആയിട്ടുള്ള കുറേയധികം ഗെയിമുകളും സദാചാര ഗെയിമും കളിക്കുന്നുണ്ട്, അനു കുറേ ഉഡായി പിറക്കുന്നുണ്ട് റേറ്റിങ്ങിന് വേണ്ടി എന്ന് അനു സമ്മതിച്ചതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നും. കാരണം ഞാനത് ഒരു എപ്പിസോഡിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു രീതിയിലും ആര്യനെ ചേർത്ത് നിർത്തേണ്ടാത്ത സാഹചര്യത്തിൽ അനു കുറേ പരിപാടി ആര്യൻ്റെ അടുത്ത് ഇറക്കിയിട്ടുണ്ട്. ഞാനതൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അത് ആര്യനെ ചേർത്ത് നിർത്തുന്നുള്ളത് എനിക്കറിയില്ല. കാരണം അതിനകത്തൊരു ഗെയിം ഉണ്ടായിരുന്നില്ല. പക്ഷെ അനു ഇങ്ങനെ ഒരുമാതിരി പൊസസീവ്നെസ് കളിക്കുക, ദേഷ്യപ്പെടുക, എല്ലാ ആണുങ്ങളും മോശക്കാരാണെങ്കിലും ആര്യനുമായിട്ട് ഒരു വൈബ് പിടിക്കണം, എന്നിട്ട് ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് ഒരു നാണം അഭിനയിക്കുക, അതൊക്കെ ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ശൈത്യക്ക് അങ്ങനെ തോന്നിയതിൽ എനിക്ക് തെറ്റൊന്നുമില്ല. ശൈത്യ പൂർണ്ണ വിശ്വാസത്തിൽ തന്നെ ആയിരിക്കാം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം പണിപ്പുര ടാസ്ക്, പ്രവീണിനും മസ്താനിക്കും പണിപ്പുര ഇല്ല. 3 ബിഗ് പണി, 5 സ്മോൾ ബോംബിൻ്റെ പണി, 6 മീഡിയം പണി. ഇതിനു മുന്നേ ഇതൊക്കെ അനൗൺസ് ചെയ്യാൻ നേരത്തെ ബിഗ് ബോസ് അവിടെ വിളിച്ചിരുത്തിയ സമയത്താണ് നോറ വന്നിട്ട് അനീഷിൻ്റെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കസേരയിൽ, അനീഷ് എപ്പോഴും അള്ളി പിടിച്ചിരിക്കുന്ന ആ ഒരു കസേരയിൽ ഇരുന്നെന്നൊക്കെ പറഞ്ഞ് അനീഷ് വിഷയം ഉണ്ടാക്കുന്നത്. അതൊക്കെ എന്ത് ബോറത്തരാണ്. അല്ലെങ്കിൽ ഈ ലിവിങ് ഏരിയയിലേക്ക് വിളിക്കുന്ന സമയത്ത് അനീഷ് ഷോ കാണിക്കാൻ വേണ്ടി ഒരു ഡയലോഗ് പറയും. വീക്കെൻഡ് എപ്പിസോഡിൽ ആദ്യം ഇരുന്നിട്ട് എന്തെങ്കിലും അംഗത്തരം പറയും, ലാലടനെ പൊളിയും. ഇതൊക്കെ അനീഷിൻ്റെ ഇമ്മച്ചുവറായിട്ടുള്ള ചില ഗെയിമുകളാണ്. അതേപോലെ വൈൽഡ് കാർഡുകൾ കൊടുക്കുന്ന ബോംബുമായി ബന്ധപ്പെട്ട ഒരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു കണ്ടസ്റ്റൻറ്റിന് ലാലേട്ടനെ കാണാൻ പറ്റില്ല വീക്കെൻഡ് എപ്പിസോഡിൽ. അവരത് ഷാനവാസിനെ തിരഞ്ഞെടുക്കുകയാണ്. ഷാനവാസ് സത്യം പറഞ്ഞ സന്തോഷത്തിൽ തന്നെയായിരിക്കും അത് സ്വീകരിച്ചത്. കാരണം വീക്കെൻഡ് എപ്പിസോഡുകൾ ഷാനവാസിന് നടക്കുന്ന ഒരു ഓർമ്മയാണ്. എല്ലാ ആഴ്ചയും പുള്ളിയുടെ എന്തെങ്കിലുമൊക്കെ സദാചാര വർത്തമാനങ്ങളെ ആളുകൾ ചോദ്യം ചെയ്യും, ലാലേട്ടൻ ചോദ്യം ചെയ്യും. ഷാനവാസിന് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞാൽ ക്ഷീണമാണ്. ഷാനവാസ് ആണെങ്കിൽ ഒന്നാമത് ഇന്ന് പറയുകയും ചെയ്തു, ഒരു അറ്റാക്കൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഷാനവാസ് സേഫായി, സന്തോഷമായി. കണ്ടസ്റ്റൻസ്, ഈ വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസ് മണ്ടത്തരം കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കണ്ടന്റ് കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ വിചാരണ ചെയ്യപ്പെടേണ്ട ആളുകളെ അവരവിടെ നിലനിർത്തിയിട്ടുണ്ട്. ജിസേൽ, അനുമോളൊക്കെ അവിടെ നിൽക്കണം, റെന നിൽക്കണ്ട. റെന വീക്കെൻഡ് എപ്പിസോഡിൽ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഒരുപോലെയാണ് എന്നുള്ളത് അവർ പറയുന്നത്. അപ്പോൾ റെനയ്ക്കും അത് കാണാനായിട്ട് പറ്റത്തില്ല. അനുമോൾ ഹാപ്പി മൂഡ്, വീക്കെൻഡ് എപ്പിസോഡുകൾ തൂക്കിയടിക്കുന്നു. ജിസേലിൻ്റെയും ആര്യൻ്റെയും മുത്തുക്കവ് ലൈവായിട്ട് ലാലേട്ടൻ കാണിക്കുന്നു. കഴിഞ്ഞ തവണ മറ്റേ ജാസ്മിനും ഗബ്രിയും നിന്നതുപോലെ ഇവരങ്ങ് വിഷമിച്ച് നിൽക്കുന്നു. ഞാനിങ്ങനെ മിടുക്കിയായിട്ട് നിൽക്കുന്നു. ആദ്യ ആഴ്ച ഞാൻ ലൈറ്റായിട്ട് ഇങ്ങനെ ആളുകളെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി റൂളിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചൊന്നും മിടുക്കിയായല്ലോ, പിന്നെ കഴിഞ്ഞ തവണ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ ആയിരിക്കും അനുമോൾ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ച കയറും, കഴിഞ്ഞ ആഴ്ച താന്നത് ഈ ആഴ്ച കയറും എന്നൊക്കെയുള്ള കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ എങ്ങനെ ഈ മസ്താനിയുടെ ആ ഒരു പരിപാടി റെനയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇവർ പുറത്തുള്ള ലോക്കൽ കൂട്ടുകാരാണ്. അപ്പോൾ ഇവർ മറ്റേ കഴിഞ്ഞ തവണ 2 ടീം വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആരാണ്, നോറയും പിന്നെ വേറൊരു ടീം ഉണ്ടായിരുന്നല്ലോ, നോറയുടെ കഥയൊക്കെ അറിയാവുന്ന ഒരു ടീം, പേര് മറന്നുപോയല്ലോ. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും, നോറയുടെ കൂട്ടുകാരുടെ പേരെന്താ, ജാസ്മിനും നോറയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കഥയൊക്കെ അറിഞ്ഞിട്ട് വന്നിട്ട് വൻ അലമ്പായിരുന്നല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. കൂട്ടുകാർ തമ്മിൽ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതായിരിക്കുമല്ലോ വിഷയം. അപ്പോൾ ആ ഒരു വൈബാണ് നമ്മുടെ റെനയും ഈ മസ്താനിയും തമ്മിൽ. എനിക്ക് തോന്നുന്നു മസ്താനി റെനയുടെ ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് കൂടുതൽ ചില കാര്യങ്ങൾ വീഡിയോയിൽ വരാത്തതൊക്കെ മസ്താനി അറിഞ്ഞു കാണും. മസ്താനിയുടെ കുറേ കഥയും റെനയ്ക്ക് അറിയാം. ഇവരൊക്കെ ഒരേ ഒരു വേവ് ലെന്തിലുള്ള ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്. ഇവർക്ക് കഥകളൊക്കെ അറിയാം. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പാവുന്ന സമയത്ത് മസ്താനി എന്ന് പറയുന്നത് വെറും ലോക്കലായിട്ടുള്ള ഭാഷ സംസാരിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അത് ഈ റെനയുടെ ബോയ് ഫ്രണ്ടിനെയൊക്കെ വെച്ചിട്ട് സംസാരിക്കുക, അവൻ്റെ ശരീര ഭാഗങ്ങളെ കുറിച്ചിട്ടൊക്കെ തെറി പോലെ വിളിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ശരിക്കും ബീപ്പൊക്കെ അടുപ്പിച്ചാണ് കേൾപ്പിച്ചത്. എന്നാലും നമുക്ക് ഊഹിച്ചെടുക്കാനായിട്ട് പറ്റുമല്ലോ, കൃത്യമായിട്ട് ഊഹിക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് അവതരിപ്പിക്കണമെന്ന് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് എങ്ങനെ കൃത്യമായി അവതരിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് റെനയ്ക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു പണിഷ്മെൻറ്റിൻ്റെയൊക്കെ ഒരു സമയത്ത് എന്തിനാണ് റെനേനെ പണിഷ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ ആ ഒരു പരിപാടി കഴിഞ്ഞപ്പോഴത്തേന് റെന ആ ഒരു കാര്യം എടുത്തിടുകയാണ്. മോശം ജസ്റ്റേഴ്സ് കാണിച്ചു, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ജിഷിൻ കാണിക്കാനൊരു കാരണം ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞാൽ മോശം ജസ്റ്റേഴ്സ് കാണിക്കാനായിട്ടുള്ളൊരു കാരണത്തെക്കുറിച്ചിട്ട് പറയുന്നു. അപ്പോൾ അക്ബറൊക്കെ ഇടപെടുന്നു, ഒനിൽ ഇടപെടുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ അങ്ങോട്ട് അലമ്പ്. അവിടെ കൃത്യമായിട്ട് ഈ പറയുന്ന ടീംസിന് നല്ല ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു. മസ്താനിയുടെ വിരളിനെന്തോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെന്ന് നമ്മുടെ റെന പറഞ്ഞു. അത് പറഞ്ഞപ്പോഴത്തേന് ഈ ആലിബ് എന്ന് പറഞ്ഞിട്ടുള്ള റെനയുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചിട്ട് മസ്താനി എന്തോ കാണിച്ചു. അപ്പോഴത്തേന് എന്തോ പറഞ്ഞു എന്നുള്ള അവരവിടെ പറഞ്ഞപ്പോഴത്തേന് ജിസേൽ വാരിനു അങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നീട് ജിസേൽ ഈ മസ്താനിയെ ചോദ്യം ചെയ്യുന്നു. മസ്താനി അത്യാവശ്യം ടെൻസ്ഡ് ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. മസ്താനിക്ക് അത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ല, ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ പ്രതിമ പോലെ നിൽക്കുകയാണ്, ഒന്നും പറയാതെ ചില സാഹചര്യങ്ങളിൽ നിൽക്കുകയാണ്. പഴയ ആവേശമൊന്നും കാണാനായിട്ട് പറ്റുന്നില്ല. ഇതിനിടയ്ക്ക് അക്ബർ ഷാനവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും പൂരടി അടിയാണ് ഏറ്റവും വലിയ അടി. ഇവരൊന്നിച്ചൊക്കെ ഇരുന്ന് എന്തോ സ്നേഹപ്രകടനമൊക്കെ നടത്തുന്ന പോലെ നമുക്ക് എപ്പിസോഡ് തോന്നും. പക്ഷേ ലൈവിൽ അങ്ങനെ ആയിരുന്നില്ല. ഇവർ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു അടി നടക്കുന്നു, ഇവരുടെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവർക്ക് അടിക്കാൻ പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും വേണ്ട. ഷാനവാസിനെ മണ്ട എന്ന് വിളിച്ചു. അപ്പോൾ ഷാനവാസ് എന്തോ അച്ഛനെ പോയി വിളിച്ചാൽ മതി അങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞു. പിന്നെ അലമ്പ്. അങ്ങനെ കൺഫെഷൻ റൂമിലേക്ക് പോകുന്നു. ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നെ അറ്റാക്ക് ചെയ്യുന്നു ബിഗ് ബോസ് എന്ന് ഷാനവാസ്. അപ്പം അക്ബർ ഈ തന്തയ്ക്ക് വിളിക്കുന്ന പരിപാടിയൊക്കെ നിർത്തണം എന്നുള്ളത് അക്ബർ ബേസിക് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടേ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു. എന്നും അടി പിള്ളേരെ പോലെ എന്നൊക്കെ പറഞ്ഞ് മനസ്സ് മടുത്തിട്ട് ഡയലോഗുകളൊക്കെ പറയുന്നു. അപ്പോൾ അക്ബർ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഗ്രൂപ്പിനെ പേടിയാണോ? അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് പിന്നെ പുറത്ത് വന്നിരുന്ന കരയെന്നൊക്കെയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ബിഗ് ബോസ് കൃത്യമായിട്ടുള്ള വാർണിംഗ് എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. ഫിസിക്കൽ അഗ്രഷൻ, മോശം ജസ്റ്റേഴ്സ്, അശ്ലീല പദപ്രയോഗങ്ങൾ, ഇതൊന്നും ഇനി ഇവിടെ വെച്ച് ഉറപ്പിക്കില്ല. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ പുറത്താക്കുമെന്നുള്ളതാണ് ബിഗ് ബോസ് പറയുന്നത്. ഇതിനുശേഷം ജയിൽ പണിഷ്മെൻറ്റിനെ കുറിച്ചിട്ട് ബിഗ് ബോസ് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജിസേലും അനുവും കൂടെ ജയിലിലേക്ക് പോകുന്നു. തൻ്റെ ഫോട്ടോ കത്തിച്ച സമയത്ത് കരഞ്ഞ് മോങ്ങി പിണങ്ങിയ അനുമോൾ ജിസേലിൻ്റെ ഫോട്ടോയിൽ മറ്റേ രൂപമാറ്റം വരുത്തി യക്ഷിയൊക്കെ വെച്ചിരിക്കുന്നു.
അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തുടക്കത്തിൽ ജിസേൽ പിന്നെ മര്യാദയ്ക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കത്തുള്ളല്ലോ. മൂങ്ങി ഓടുന്ന പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ജിസേൽ ആ ഒരു കാര്യങ്ങൾ പറയുന്നു. ഷാനവാസിന് ഫോട്ടോ കണ്ടിട്ട് ചിരി അടക്കാനായിട്ട് പറ്റുന്നില്ല. റേനെ അങ്ങടേക്ക് പതുക്കെ വന്ന് അങ്ങോട്ട് ഇരുന്നു, ജിസേലിൻ്റെ അടുത്തിരുന്നു. അനുമോളെ ചൊറിയുകയാണ്. ശൈത്യ പോലും കൂടിയില്ല, ബെസ്റ്റ് ഫ്രണ്ട് അല്ലായിരുന്നു. അപ്പോൾ അനുമോൾ അവിടെ നിന്ന് പറയുന്നു അവൾ എൻ്റെ പുറകെയാണ് നടന്നത്. അപ്പോൾ ജിസേൽ അപ്പം തന്നെ ശൈത്യോട് ചോദിക്കുന്നു. ശൈത്യ അത് കേൾക്കുന്നു. ശൈത്യക്ക് നല്ല ദേഷ്യം വരുന്നു. ശൈത്യ പറയുന്നു ഇന്ന് മുതൽ ഞാൻ നിൻ്റെ ഫ്രണ്ടല്ല. അപ്പോൾ അനു ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് ശൈത്യ എൻ്റെ ഫ്രണ്ടല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പോയി, ഞാൻ വൻ പോസിറ്റീവ്, പുറത്ത് ഹീറോയിൻ, റേറ്റിംഗ് എൻ്റെ കയ്യിൽ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അവൾക്ക് പോയി എന്നുള്ള മൂഡിലാണ്. ഏതായാലും കൊള്ളാം. ശൈത്യമൊക്കെ കയറി വന്ന് കളിക്കാനൊക്കെ ഇത്തിരി പാടാണ്. അതൊക്കെ എന്നാണെന്ന് പറഞ്ഞാൽ എവിക്ഷനിലേക്ക് പോകാനായിട്ട് സാധ്യതയുള്ള കണ്ടസ്റ്റൻ്റാണ്. പിന്നീട് നമ്മൾ കാണുന്നത് അക്ബർ ഷാനവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചിരുന്ന കരച്ചിലും പരിപാടിയും. അതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കാതിരിക്കരുത്. അപ്പോഴത്തേന് അക്ബർ നമുക്ക് മറ്റേത് വിടണം, എന്ത് വിടണം, നമ്മൾ ഹീറ്റാവണ പരിപാടി വിടണം. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് അത് വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അറ്റാക്കിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നു, കരയുന്നു. ഉമ്മേനെ കുറിച്ചിട്ട് പറയുന്നു, കരയുന്നു. അങ്ങനെ കരച്ചിലാണ്. എന്താണെങ്കിലും ഈ സീസണിൽ ഏറ്റവും മോശം കണ്ടസ്റ്റൻ്റായിട്ട് ഇടിച്ച് കയറി വെറുപ്പിക്കാൻ വന്നിരിക്കുന്ന ഒരാളാണ് ജിഷിൻ. അയ്യോ, അയാളെ കുറിച്ചിട്ട് വീണ്ടും പറയാൻ തോന്നുന്നു. ഞാൻ പിന്നെ വീഡിയോയുടെ ദൈർഘ്യം കൊടുത്തുകൊണ്ടൊന്നും മിണ്ടുന്നില്ല. മസ്താനി കരയുന്നു. അനുമോൾ ആശ്വസിപ്പിക്കുന്നു. കുഴപ്പമില്ല, ഞാനിവിടെ ഒരു സ്ട്രോങ് ഗെയിമറല്ലേ, നീ ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നും വേണ്ട, നീ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ആ ഒരു കാര്യം കണ്ടുപിടിച്ചു. ഇവിടെ മുത്തുക്കവൊന്നും വേണ്ട, ഇവിടെ ഉമ്മയൊന്നും കൊടുക്കാൻ സമ്മതിക്കില്ല, വേറെ വേണം ഉമ്മ വെച്ചോട്ടെ. എപ്പോഴോ പറയുന്നത് കേട്ടല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉമ്മ വെക്കണതിന് എതിരൊന്നും അല്ല. ഉമ്മ വെക്കണ അവരുടെ സ്വാതന്ത്ര്യം. ഇവിടെ വേണ്ട, ഇവിടെ ഉമ്മ വേണ്ട. ഒരുമാതിരി മറ്റേ സംഖ്യകളൊക്കെ പറയുന്ന പോലെ പാർക്കിൽ ഉമ്മ വേണ്ട, മറൈൻ ഡ്രൈവിൽ ഉമ്മ വേണ്ട, ഞങ്ങൾ ഓടിക്കും, അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഇവരാണല്ലോ തീരുമാനിക്കുന്നത് ആരെവിടെ വെച്ച് ഉമ്മ വെക്കണമെന്നൊക്കെ ഉള്ളത്. ആൾക്കാർ ഇരുട്ടത്തൊക്കെ ഉമ്മയൊക്കെ വെച്ചോട്ടെ. അത് ബിഗ് ബോസ് ഹൗസിലാണെങ്കിലും ഉമ്മ വെക്കരുതെന്നൊന്നും എൻ്റെ ഉപ്പുമ്മ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ആ ഒരു ഉമ്മയൊക്കെ വെക്കും. വേണമെങ്കിൽ ബിഗ് ബോസ് കട്ട് ചെയ്തോളും, നിങ്ങളങ്ങോട്ട് തിരിഞ്ഞു നടന്നാൽ മതി എന്ന് കണ്ടസ്റ്റൻസിനോടൊക്കെ പറയേണ്ടി വരും. അതിനാണെങ്കിലും കൊള്ളാം പരിപാടി. നല്ല കാച്ചറ പരിപാടി തന്നെ. കാച്ചറ ആയാലേ കാണാൻ ആൾക്കാരുള്ളൂ, കാഴ്ചക്കാരുള്ളൂ എന്നുള്ളതായിരിക്കും ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിൽ ഈ കച്ചറയ്ക്ക് പോലും ഉള്ള ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് ആലോചിക്കുന്നത്. മറ്റേ പുതപ്പ് പൊക്കിയപ്പോൾ എന്തോ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം മറ്റേ മഞ്ഞന്മാരെല്ലാം കൂടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. മറ്റേ റിയാക്ഷൻ മഞ്ഞന്മാരുണ്ടല്ലോ, എന്തോ നന്ദുട്ടം ബ്ലോഗോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടീമുകളൊക്കെ കുൽസിതം പിടിച്ചു അനുമോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ കിട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അവന്മാർക്കൊക്കെ ഉള്ള കണ്ടൻറ്റ് ഉണ്ടാവുമായിരിക്കും. എന്താണെങ്കിലും സാധാരണ മാന്യമായിട്ടുള്ള പ്രേക്ഷകർക്ക് വലിയ കഷ്ടപ്പാട് തന്നെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.